ഹായ് ഓൾ, ഗാലക്റ്റിക് ക്വിസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഥകളി ക്വിസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഥകളി ഏത് സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണ്? ഉത്തരം കേരളം. കേരളത്തിൻ്റെ കലാരൂപമാണ് കഥകളി. കഥകളിയിലെ സംഗീത ശൈലി ഏതാണ്? ഉത്തരം സോപാന സംഗീതം. കഥകളിയിൽ ഉപയോഗിക്കുന്നത് സോപാന സംഗീതമാണ്. കഥകളിയിൽ സ്ത്രീകളുടെ വേഷം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം മിനുക്ക്. മിനുക്ക് എന്ന പേരിലാണ് കഥകളിയിൽ സ്ത്രീകളുടെ വേഷം അറിയപ്പെടുന്നത്. കഥകളിയിലെ നല്ല കഥാപാത്രങ്ങളുടെ മുഖത്തിൻ്റെ നിറം എന്താണ്? ഉത്തരം പച്ച. പച്ച നിറമാണ് കഥകളിയിലെ നല്ല കഥാപാത്രങ്ങളുടെ മുഖത്ത്. അടുത്ത ചോദ്യം, കഥകളിയിൽ ദുഷ്ട കഥാപാത്രങ്ങളുടെ വേഷം എന്താണ്? ഉത്തരം കത്തി. കത്തിയാണ് കഥകളിയിൽ ദുഷ്ട കഥാപാത്രങ്ങളുടെ വേഷം. കഥകളിയിലെ ഭീകര കഥാപാത്രങ്ങളുടെ വേഷം എന്താണ്? ഉത്തരം ചുവന്ന താടി. ചുവന്ന താടിയാണ് കഥകളിയിലെ ഭീകര കഥാപാത്രങ്ങളുടെ വേഷം. കഥകളിയിലെ ശാന്തവേഷം ഏതാണ്? ഉത്തരം വെള്ളത്താടി. വെള്ളത്താടിയാണ് കഥകളിയിലെ ശാന്തവേഷം. കഥകളിയിൽ വേട്ടക്കാരൻ്റെ വേഷം ഏതാണ്? ആൻസർ കറുത്ത താടി. കറുത്ത താടിയാണ് കഥകളിയിൽ വേട്ടക്കാരൻ്റെ വേഷം. കഥകളിയിൽ മുഖം അലങ്കരിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഉത്തരം അരിമാവ്. അരിമാവാണ് കഥകളിയിൽ മുഖം അലങ്കരിക്കുവാൻ ഉപയോഗിക്കുന്നത്. കഥകളിയിൽ ശംഖ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ആൻസർ ആരംഭത്തിൽ. ആരംഭത്തിലാണ് കഥകളിയിൽ ശംഖ് ഉപയോഗിക്കുന്നത്. കഥകളിയിലെ രാജാവിൻ്റെ വേഷം ഏതാണ്? ആൻസർ പച്ച. പച്ചയാണ് കഥകളിയിലെ രാജാവിൻ്റെ വേഷം. കഥകളിയിലെ അസുരവേഷം ഏതാണ്? ഉത്തരം കത്തി. കത്തിയാണ് കഥകളിയിലെ അസുരവേഷം. കഥകളി നടൻ്റെ മുഖം അലങ്കരിക്കുന്ന കലാകാരൻ്റെ പേര്? ഉത്തരം ചുട്ടിക്കാരൻ. ചുട്ടിക്കാരനാണ് കഥകളി നടൻ്റെ മുഖം അലങ്കരിക്കുന്നത്. കഥകളിയിൽ ഭക്തി പ്രതീകം കാണിക്കുന്ന നിറം ഏതാണ്? ഉത്തരം വെള്ള. വെള്ള നിറമാണ് കഥകളിയിൽ ഭക്തി പ്രതീകം കാണിക്കുന്നത്. കഥകളിയിൽ പ്രകാശം നൽകുന്ന ഒരേയൊരു വസ്തു ഏതാണ്? ആൻസർ നിലവിളക്ക്. നിലവിളക്ക് മാത്രമാണ് കഥകളിയിൽ പ്രകാശം നൽകുന്നത്. കഥകളിയുടെ ആരംഭഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പുറപ്പാട്. പുറപ്പാടെന്ന പേരിലാണ് കഥകളിയുടെ ആരംഭഭാഗം അറിയപ്പെടുന്നത്. Thank you for watching this video. Please like, share and subscribe.